ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പപ്പായ പച്ചടി ആക്കിയാലോ. അപ്പോൾ ഞാൻ പച്ച പപ്പായ വെച്ചിട്ടാണ് ഇവിടെ പച്ചടി ആക്കാൻ പോകുന്നത്. അതിനുള്ള ചേരുവകളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് പച്ച പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാറില്ല, ഞങ്ങൾ കപ്ലങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, താളിപ്പിനുള്ള കടുക് വറ്റൽമുളകൊക്കെ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതുപോലെ നീളത്തിൽ ഇതുപോലെ ലെയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സൈഡ് വേസ് ആയിട്ട് ഇതിങ്ങനെ കുറച്ചൊരു നീളത്തിലായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ എല്ലാ കഷ്ണവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതിനകത്തേക്ക് ഒരു ചെറിയ പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യുക. പിന്നെ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോകാൻ പാടില്ല. ഇച്ചിരി അത് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രമേ വേണ്ടൂ. അപ്പോൾ കുക്കർ അടച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വിസിൽ മതി. അപ്പോൾ ഈ പപ്പായ പെട്ടെന്ന് കുക്കാവും. അത് കാരണം നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോയാൽ പിന്നെ കറീൻ്റെ ഭംഗി പോവും. ഈ സമയത്ത് നമുക്ക് പാരലായിട്ട് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽമുറിയിൽ കുറച്ചധികമായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്, ഇച്ചിരി കടുക് വളരെ കുറവ്, അതേപോലെ ഇച്ചിരി വെള്ളം. അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഒരു തവണ കറക്കി കഴിഞ്ഞിട്ട് പിന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റിലാണ് പച്ചമുളക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി കറക്കി എടുക്കുന്നത്. കുറച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ പപ്പായ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം മഞ്ഞളൊക്കെ ഇടുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇൻ കേസ് വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക കേട്ടോ. ഈ സമയത്ത് തന്നെ കൂടുതൽ വെള്ളത്തോടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിൻ്റേക്ക് ഈ അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തവി വെച്ചിട്ടൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ നല്ല കട്ട തൈര്, അധികം പുളിയൊന്നും ഉണ്ടാകാൻ പാടില്ല, പക്ഷേ ഒരു പാകം പുളിയുള്ള തൈര് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ പച്ചടി റെഡിയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, നമുക്കിനി താളിപ്പ് ഇടുക വേണ്ടോ. നിങ്ങളൊന്ന് ആക്കി നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ വേവിക്കുമ്പോൾ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ, ബാക്കി നമ്മൾ ഈ തൈരൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഗ്യാസിലേക്ക് നമുക്ക് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമുക്ക് കടുക്, വറ്റൽമുളക്, അതുപോലെ കറിവേപ്പില ഇട്ടിട്ട് സാധാരണ നമ്മൾ കറിക്കാക്കുന്ന പോലെ താളിപ്പ് റെഡിയാക്കാം. അപ്പോൾ ഈ താളിപ്പ് നമുക്ക് ജസ്റ്റ് ഈ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പവും വളരെ ടേസ്റ്റിയും, അപ്പോൾ ഒരു വ്യത്യാസമുള്ളതാണ്. നമ്മൾ എപ്പോഴും ആക്കുന്നതിലും വ്യത്യാസമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഈ റെസിപ്പി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ നല്ല റെസിപ്പിയായിട്ട് കാണാം. നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒത്തിരി നല്ല റെസിപ്പീസ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിലത്തെ റെസിപ്പീസ് ഒന്ന് നോക്കാൻ മറക്കല്ലേ. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരിക്കും താങ്ക് യു.